ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഫ്രോക്കിൻ്റെ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക എന്നാണ് കാണിച്ചിരുന്നത്. നോർമൽ സിബായാലും ഇൻവിസിബിൾ സിബായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഒട്ടും ഡിസ്റ്റൻസ് ഇല്ലാതെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യണത്. മുമ്പത്തെ വീഡിയോയിൽ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൽ സിബ് ഇല്ലാതെയാണ് കാണിച്ചു തന്നിരുന്നത്. ഇനി ഫ്രോക്കിനുള്ള സിബ് എങ്ങനെ ഡിസ്റ്റൻസ് ഇല്ലാതെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രോക്കിനുള്ള യോക്ക് പോർഷനാണ്. അപ്പോൾ അവിടെ ബാക്ക് പീസ് ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച് ക്യാപ്പിട്ടായിരുന്നിരുന്നത്. സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതേപോലെ 1/2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്, ഇത് ബാക്ക് നെക്കിൻ്റെ പോർഷനാണ്. അപ്പോൾ ഇതേപോലെ നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. 1/2 ഇഞ്ച് എപ്പോഴും എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കണം. ആ ഭാഗത്ത് സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത്രയും ലെങ്ത്ത് കുറഞ്ഞു വരും. ഫ്രോക്കിന് നല്ല ഇറുകി ഒട്ടും ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ എക്സ്ട്രാ 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. ഇനി നമ്മൾ എടുത്ത 1/2 ഇഞ്ച് ക്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളെ യോക്കിൻ്റെ ബാക്ക് വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതൊരിക്കലും മറക്കരുത്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അടിവശം വരുന്നവരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഈ സിബ് അറ്റാച്ചിങ് ഒട്ടും തയ്യൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഒരു സിമ്പിൾ മെത്തേഡാണ്. ഈ സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കൊടുത്ത സ്റ്റിച്ച് ഒരു ലോങ് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. കാരണം ഇത് നമ്മൾ അയച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. പെട്ടെന്ന് സ്റ്റിച്ച് പോരാൻ വേണ്ടിയിട്ടാണ് ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി കൊടുക്കേണ്ടതൊക്കെ നല്ല നോർമൽ നല്ല സ്റ്റിച്ചാണ്. ഈ ബാക്ക് വശം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്, ഈ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലാണ് സിബ് അറ്റാച്ച് ചെയ്യണത്. തുണിയുടെ മോശം വശം അഥവാ ബാക്ക് സൈഡാണ്. ഇനി ഇവിടെ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സിബ് എടുത്തിക്കണ സിബ് നോർമൽ സിബാണ്, ഇൻവിസിബിൾ സിബല്ല. ഈ സിബിൻ്റെ സ്റ്റാർട്ടിങ് വശം നോക്കുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ തുമ്പ് കാണാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഭാഗം, ഈ 2 ഭാഗവും ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. കാരണം ഇത് തെന്നിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. പല രീതിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. സിബ് ലൈനിങ് ഉൾവശത്ത് വെച്ചിട്ട് സിബ് ഒട്ടും കാണാതെ ഇതേപോലെ പുറകുവശം പോലും കാണാതെയൊക്കെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പ്രത്യേകം പറയാണ്. ഇനി ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണതെന്ന് നോക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫ്രോക്കുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യണ ഒരു സിബ് എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഒരുവിധമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും. ഈ സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾവശം ഇതേപോലെ ഈ സിബ് ഉൾവശത്തായിരിക്കണം വരേണ്ടത്. പിന്നെ അതേപോലെ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇതിൻ്റെ സൈഡ് വശം അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തത് ആ ഭാഗത്ത് സിബിൻ്റെ ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഈ അരികിലൂടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഫസ്റ്റ് കൊടുത്തിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ ഈ സ്റ്റിച്ച് നമ്മൾ നോർമൽ സ്റ്റിച്ചായിരിക്കണം ചെയ്യണത്, ലോങ് സ്റ്റിച്ച് ആവരുത്. കാരണം ഇത് നമുക്ക് വേണ്ട സ്റ്റിച്ചാണ്. ഫസ്റ്റ് സെൻറ്ററിൽ കൊടുത്തതാണ് ലോങ് സ്റ്റിച്ച് കൊടുത്തത്, അതാണ് അയച്ചിട്ടെടുക്കേണ്ടത്. സിബ് ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സിബിൻ്റെ ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഒന്ന് താഴേക്ക് ആക്കി കൊടുക്കണം. എപ്പോഴും അരികുവശത്തു കൂടെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാലുള്ളൂ ഒട്ടും ഡിസ്റ്റൻസ് ഇല്ലാതെ ഈ സിബിൻ്റെ ഭാഗങ്ങളൊന്നും ഒട്ടും പുറം വശത്തേക്ക് കാണാതെ നല്ല അറ്റാച്ച് ആയിട്ട് നന്നായിട്ട് കിടക്കുള്ളൂ. ഇനി സിബിൻ്റെ ഈ വശത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബ് ഇതേപോലെ കുടുങ്ങി പോവുകയാണെങ്കിൽ സൂചി ഒന്ന് പൊക്കി പിടിച്ചിട്ട് സിബ് ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ സൈഡ് വശം ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഇരു സൈഡും ഇതേപോലെ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് സിബിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക.
നേരത്തെ പിൻ ചെയ്തത് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് അരികവശം ചേർന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സിബ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴ്ത്തി കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സിബിൻ്റെ സ്ഥാനത്തെത്തുമ്പോൾ ഇതേപോലെ സൂചി ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഈ സിബ് ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ഇതേപോലെ താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. സിബിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ യോക്കിൻ്റെ ലെങ്ത്തും അതേപോലെ സിബിൻ്റെ ലെങ്ത്തൊക്കെ സെയിം ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടിഭാഗം എക്സ്ട്രാ വരുന്ന ആ തുമ്പ് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനു മുമ്പായിട്ട് ഇനി നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ ഒരു ലോങ് സ്റ്റിച്ച് സെൻട്രലായിട്ട് ഫ്രോക്കിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഈ നൂലൊന്ന് വലിച്ചു കൊടുക്കണം. നൂലയക്കുന്ന ടൂൾസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അയച്ചെടുത്താലും മതി. ഞാനിവിടെ ഒരു കത്രികൻ്റെ ചെറിയൊരു ഷാർപ്പ് വരുന്ന ആ ഭാഗം വെച്ചിട്ട് ഇതേപോലെ നൂല് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ നൂല് അയച്ചെടുക്കാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ചാൽ തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. കാരണം അതിനാണ് നമ്മളൊരു ലോങ് സ്റ്റിച്ച് കൊടുത്തിരുന്നത്. ഇങ്ങനെ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡ്രസ്സ് കീറിപ്പോരാതെ നോക്കണം. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് മുഴുവനായിട്ട് അയച്ചെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അടിവശത്തെ ഈ എക്സ്ട്രാ വരുന്ന സിപ്പിൻ്റെ ഭാഗത്ത് തയ്യത്തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു ലോക്ക് ഉണ്ടായതുകൊണ്ട് ലോക്കായിട്ട് തന്നെ സിബ് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സിബ് നല്ല അറ്റാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. 2-3 വിധത്തിൽ സിബ് അറ്റാച്ച് ചെയ്യുക. ഇത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ യാതൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്, അപ്പോൾ ഇറിറ്റേഷനും കാര്യങ്ങളും ഒരിക്കലും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം. മുമ്പത്തെ വീഡിയോയിൽ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു തന്നിരുന്നു, ഒരു ബർത്ത്ഡേ ഫ്രോക്കിൻ്റെ. അപ്പോൾ സെയിം രീതിക്ക് തന്നെയാണ് ഈ ഫ്രോക്കും സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ ശരി, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.